എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. +2 മാത്തമാറ്റിക്സിന്റെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ ക്രിസ്മസ് എക്സാമിനൊക്കെ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. x is equal to root of a raised to sin inverse t, y is equal to root of a raised to cos inverse t. Show that dy by dx equal to minus y by x എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എക്സും വൈയും സെപ്പറേറ്റ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അത് പാരാമെട്രിക് ഫോം ആണ്. ഇവിടുത്തെ പാരാമീറ്റർ എന്നുള്ളത് ടി ആണ്. ഓക്കെ, പാരാമെട്രിക് ഫോം ആണെങ്കിൽ നമ്മൾ dy by dx കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. പാരാമീറ്റർ ടി ആയതുകൊണ്ട് dy by dt ഡിവൈഡഡ് ബൈ dx by dt ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് ഷോർട്ട് കട്ട്? ഈ എക്സും വൈയും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. നോക്കണേ, എക്സ് ഇൻറ്റു വൈ എടുത്താൽ എന്താണ് വരിക? എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് വരും. ഓക്കെ, നമുക്കറിയാം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി, റൂട്ട് എ അല്ലെങ്കിൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? റൂട്ട് ഓഫ് എ ബി ആണ്. ശരിയാണല്ലോ, റൂട്ട് ഓഫ് എ ബി ആണ്. അപ്പം അതനുസരിച്ച് ഇത് രണ്ടും ഒറ്റ റൂട്ടിനുള്ളിലാക്കാം. റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. ഓക്കെ, ഇനി ഇതിവിടെ ഏതാണ് റിസൾട്ട്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. അപ്പം റൂട്ട് ഓഫ് എ റൈസ് ടു ഇവിടെ പവേഴ്സ് ആഡ് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി. ഇത് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സൈൻ ഇൻവേഴ്സ് ടിയും കോസ് ഇൻവേഴ്സ് ടിയും കൂട്ടിയാൽ π/2 ആണ് അല്ലെ. സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? π/2 ആണ്. ഇത് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്ന റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് ടി കോസ് ഇൻവേഴ്സ് ടി കൂട്ടിയാൽ π/2 ആണ്. ടാൻ ഇൻവേഴ്സ് ടിയും കോട്ട് ഇൻവേഴ്സ് ടിയും തമ്മിൽ കൂട്ടിയാലും π/2 ആണ്. കൊസീക്ക് ഇൻവേഴ്സ് ടിയും സീക്ക് ഇൻവേഴ്സ് ടിയും തമ്മിൽ കൂട്ടിയാലും π/2 ആണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അപ്പം അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സൈൻ ഇൻവേഴ്സ് ടിയും കോസ് ഇൻവേഴ്സ് ടിയും കൂട്ടിയാൽ എന്താവും? π/2 ആവും. അപ്പോൾ റൂട്ട് ഓഫ് എ റൈസ് ടു π/2 ഈ സാധനം ഒരു കോൺസ്റ്റന്റ് ആയി അല്ലെ. അതായത് നമുക്കിപ്പോൾ കിട്ടിയ സാധനം എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു π/2 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഓക്കെ, π/2 കോൺസ്റ്റന്റ് ആണ്, എയും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ എന്താണ് വരിക? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലെഫ്റ്റ് സൈഡിൽ എക്സ് ഇൻറ്റു വൈ രണ്ട് ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ. ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൈയുടെ ഡെറിവേറ്റീവ് dy by dx പ്ലസ് സെക്കൻഡ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു π/2 എന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു dy by dx ഈക്വൽ ടു പ്ലസ് വൈ ഇപ്പുറം വരുമ്പോൾ മൈനസ് വൈ വരും. അവിടുന്ന് dy by dx ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, പ്രൂഫ് ആയല്ലോ. ഷോ ദാറ്റ് dy by dx ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളത് തെളിയിച്ച് കാണിച്ചു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് 5 ഇഫ് എക്സ് ലെസ് ദാൻ 3, എ ഇഫ് എക്സ് ഈക്വൽ ടു 3, എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3. ഫൈൻഡ് എ ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 3യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? ആ 3യിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. ആൻഡ് എക്സ് ഈക്വൽ ടു 3യിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ അത് കോയിൻസൈഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും റൈറ്റ് ലിമിറ്റ് ആയിട്ടുള്ള ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് 3 എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. ഇതാണ് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, സോ
ഇതിലേതെങ്കിലും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും സെയിം ആയിട്ടായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് 3, എക്സ് ഈക്വൽ ടു 3 ആകുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് എ അല്ലെ. എഫ് ഓഫ് 3 ആണ് എ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഇതെടുക്കാം. എഫ് ഓഫ് 3 ഈക്വൽ ടു, ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. 3+ഓ 3-ഓ ഇഷ്ടമുള്ളത് ചെയ്യാം. രണ്ടും ആൻസർ സെയിം ആണ്. 3+ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3യേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3, ഇവിടെ എക്സിന് 3 കൊടുത്താൽ 3+1 4 കിട്ടും. എക്സിന്റെ വാല്യൂ 3യേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 3ൽ ഇവിടെ 3 കൊടുത്താൽ 3 × 3 -5 9 - 5 4 കിട്ടും. രണ്ടും സെയിം ആൻസർ തന്നെ വരുള്ളൂ. കാരണം അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ അത് കണ്ടിന്യൂസ് ആവുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏത് ചെയ്താലും മതി. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f of x ആയിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്യാം. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3 ആകുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ എ ആണ്. എ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3യേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 3, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ് 3x - 5. അതായത് ഇനി ലിമിറ്റ് കൊടുക്കുക. എ ഈക്വൽ ടു എക്സിന് 3 കൊടുത്താൽ 3 × 3 - 5 ഈക്വൽ ടു 9 - 5 4 വരും ആൻസർ. ഓക്കെ, 4 is the required solution. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. y is equal to log of root tan x. Find dy/dx at x equal to π/4 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരി നോക്കാം. y is equal to log of root tan x. dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷനും ഉണ്ട്, അതിനുള്ളിൽ സ്ക്വയർ റൂട്ട് ഉണ്ട്, അതിനുള്ളിൽ tan x ഉണ്ട്. ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചെയിൻ റൂൾ ഉപയോഗിക്കണം. ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ ലോഗരിതമാണ്, അതിന്റെ ഡെറിവേറ്റീവ് 1/x, അതായത് 1/√ tan x. അതിനകത്തുള്ള ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2√x. അപ്പോൾ 1/2 എക്സിന്റെ പ്ലേസിൽ tan x ഇൻറ്റു അതിനകത്തുള്ള ഫംഗ്ഷൻ ആരാണ്? tan x. tan എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec²x. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു മുകളിൽ sec²x, താഴെ ഒരു 2 ഉണ്ട്. റൂട്ട് tan x ഇൻറ്റു റൂട്ട് tan x വെറും tan x വരും അല്ലേ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട് tan x ഇൻറ്റു റൂട്ട് tan x വരും. നമുക്ക് എന്താ? dy/dx at x equal to π/4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് എക്സിന് വാല്യൂ കൊടുക്കുക. എന്താണ്? π/4. അപ്പോൾ എന്താണ് വരിക? sec² π/4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു tan π/4. π/4 എന്ന് പറഞ്ഞാൽ 45. sec 45 ആലോചിക്കുക. അപ്പോൾ നേരെ cos 45 ആലോചിക്കുക. cos 45 1/√2 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് sec 45. 1/√2ന്റെ റെസിപ്രോക്കൽ √2 ആണ്. അപ്പോൾ sec 45 √2 വരും. അതിന് സ്ക്വയർ ഉണ്ട്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, √2ന്റെ സ്ക്വയർ 2 വരും. 2 ഇൻറ്റു 1 2 വരും. 2/2 ആൻസർ 1 വരും. ഓക്കെ, സോ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. x² - x - 6/x + 2 at x not equal to -2 and -5 at x equal to -2. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ചോദ്യത്തിൽ അവർ ആദ്യത്തെ പാർട്ടിൽ ആവശ്യപ്പെടുന്നത് എഫ് ഓഫ് -2 കണ്ടുപിടിക്കാനാണ്. അതായത് എക്സിന് -2 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷന്റെ വാല്യൂ. അത് ഡയറക്റ്റ് ഇവിടെ നോക്കി പറയാമല്ലോ. എക്സ് ഈക്വൽ ടു -2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -5 ആണ് അല്ലെ. എഫ് ഓഫ് -2 ഈക്വൽ ടു -5. പരിപാടി കഴിഞ്ഞു. എളുപ്പമാണല്ലോ. ഇനി ബി പാർട്ടിൽ എന്താ അവർ ചോദിക്കുന്നത്? ചെക്ക് വെദർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -2. എക്സ് ഈക്വൽ ടു -2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് ഈക്വൽ ടു -2ൽ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ പഠിച്ചിട്ടില്ലേ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആവണം അല്ലേ. ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ആവണം, ശരിയല്ലേ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ -2ലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ്. ഇതിന്റെ ഉത്തരവും എഫ് ഓഫ് -2 ആയിട്ടുള്ള -5ന്റെ ഉത്തരവും സെയിം ആയിരിക്കണം.
അത് ഇത് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2, അതായത് എക്സ് -2ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, ടെൻഡ് ചെയ്യുന്നു. അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടില്ല, അടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഈക്വൽ ആയിട്ടില്ല. അപ്പൊ നോട്ട് ഈക്വലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കൊടുക്കുക. എന്താണ്? x² - x - 6/x+2. ഇവിടെ ഒരു പ്രശ്നം എന്താ? നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ -2ന്റെ സ്ക്വയർ 4, -2 +2 വരും, 4 + 2 6 വരും, 6 - 6 മുകളിൽ 0 വരും, താഴെ -2 + 2 0 വരും. 0/0 ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ നമുക്ക് നേരിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 ഫാക്ടറൈസ് ചെയ്ത് പറഞ്ഞേ x² - x - 6 സമ്മും പ്രോഡക്റ്റ് കൊടുക്കാം. സം എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോയിഫിഷ്യന്റ്, -1, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് -6 അല്ലേ? ഇനി രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ -1 വരണം, ഗുണിച്ചു കഴിഞ്ഞാൽ -6 വരണം. ഏതൊക്കെയാണ്? 3ഉം -3ഉം 2ഉം ഒക്കെയാണോ നോക്കിക്കേ. -3ഉം 2ഉം കൂട്ടിയാൽ -1, -3ഉം 2ഉം ഗുണിച്ചാൽ -6. ഈ രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ച് ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്യുക. x - 3 × x+2 എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? x² - x - 6നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഓപ്പൺ ചെയ്താൽ ഇത് കിട്ടും. x² + 2x - 3x -6 കിട്ടും. -2 × -3 × +2 -6 കിട്ടും. ഡിവൈഡഡ് ബൈ എന്താണ്? x+2. x+2 കട്ട് ചെയ്ത് കളയാം. ഇനി എക്സിന് -2 കൊടുക്കാം. എക്സിന്റെ ഇനി ലിമിറ്റ് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 x - 3 എന്നാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എക്സിന് -2 കൊടുത്താൽ മതി. -2 -3 -5 രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 x എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് -5 കിട്ടി. എഫ് ഓഫ് -2ഉം -5 തന്നെയാണ്. അപ്പോൾ അത് കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായി? കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. നിങ്ങളത് വേർഡ്സിൽ എഴുതി വെക്കണം കേട്ടോ. ഇങ്ങോട്ട് എഴുതുന്നുണ്ടോ നോക്കിയോണേ. Therefore നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓൾസോ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം -5 കിട്ടി. ഓൾറെഡി നമുക്കറിയാം എന്താണ് എഫ് ഓഫ് -2 എന്ന് പറയുന്നതും -5 ആണെന്നറിയാം. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഇത് നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടിയായിരുന്നു. എഫ് ഓഫ് -2 -5 ആണ്. ഇത് രണ്ടും സെയിം ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വെക്കാം? Therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -2. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എഫ് ഓഫ് -2ന് ഈക്വൽ ആണ്. അപ്പോൾ -2 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Therefore f is continuous at x is equal to -2. -2 എന്ന് പറയുന്ന പോയിന്റിൽ f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ബി പാർട്ടിൽ ആവശ്യപ്പെട്ടേക്കുന്നത്. നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. അഞ്ചാമത്തെ ചോദ്യം. ഇഫ് എക്സ് ഈക്വൽ ടു a × θ + sin θ, y ഈക്വൽ ടു a × 1 - cos θ, ഷോ ദാറ്റ് dy/dx at θ is equal to π/4 is √2 - 1. ഷോ ചെയ്ത് കാണിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. ഇഫ് സീക്ക് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എ, ഷോ ദാറ്റ് dy/dx ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് a - 1 ബൈ സീക്ക് ഇൻവേഴ്സ് a + 1. ഓക്കെ, രണ്ട് ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. അത് പാരാമെട്രിക്കിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു a × θ + sin θ, y ഇസ് ഈക്വൽ ടു a × 1 - cos θ. പാരാമെട്രിക് ഫോം ആണെങ്കിൽ dy/dx കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dy/dθ/dx/dθ. അപ്പം അതിനുവേണ്ടി dy/dθ ആദ്യം കണ്ടുപിടിക്കുക. a × 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് θ ഡെറിവേറ്റീവ് മൈനസ് സൈൻ θ. a × 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും, a sin θ എന്ന് വരും. ഓക്കെ, ഇനി dx/dθ കണ്ടുപിടിക്കുക. a × θ ഡെറിവേറ്റീവ് 1, സൈൻ θ ഡെറിവേറ്റീവ് എന്താണ്? കോസ് θ. അപ്പം dy/dθയുമായി dx/dθ ആയി. ശരിയല്ലേ? ഇനി dy/dx എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ. dy/dx എന്ന് പറയുന്നത് dy/dθ ഡിവൈഡഡ് ബൈ dx/dθ ആണ്. ശരിയല്ലേ? ഓക്കെ, dy/dθയ്ക്ക് പകരം a sin θ കൊടുക്കുക.
ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് പകരം എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ കൊടുക്കുക. എയും കട്ട് ചെയ്യാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2, 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം ഒക്കെ നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഒരു ഫോർമാറ്റ് അല്ല നമുക്ക് ആവശ്യപ്പെട്ടേക്കുന്നത്. നമ്മളൊക്കെ ഒരു പ്രൂഫാണ് ചോദിക്കുന്നത്. ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്നത് √2 - 1 ആണെന്ന് കാണിക്കണം. നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ എളുപ്പം. സൈൻ 45 1/√2 ആണ്, കോസ് 45 1/√2 ആണ്. ഇവിടെ കൊടുത്താൽ നമുക്ക് ബാക്കി ചെയ്ത് മുന്നോട്ട് പോകാമല്ലോ. സോ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4. 45 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ ബൈ 4, എക്സിന് പൈ ബൈ 4 കൊടുക്കുക, തീറ്റയ്ക്ക് പൈ ബൈ 4, മറ്റേ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 ആണ് കേട്ടോ. തീറ്റ ഈക്വൽ ടു പൈ ബൈ 4, തീറ്റയ്ക്ക് പൈ ബൈ 4 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് പൈ ബൈ 4. സൈൻ 45 1/√2, 1 പ്ലസ് കോസ് 45 1/√2. സോ 1/√2 ബൈ താഴെ ക്രോസ് ചെയ്താൽ √2 പ്ലസ് 1/√2. √2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ √2 പ്ലസ് 1. പക്ഷേ ഈ ആൻസർ അല്ല നമ്മുടെ കയ്യിലുള്ളത്. 1/√2 പ്ലസ് 1 എന്നുള്ളൊരു ഓപ്ഷൻ അല്ല നമുക്ക് കിട്ടിയേക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യണം. ഈ √2 പ്ലസ് 1ന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ എന്താണ് വരുന്നത്? 1/√2 പ്ലസ് 1. √2 പ്ലസ് 1ന്റെ കോൺജുഗേറ്റ് √2 മൈനസ് 1 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. ഓക്കെ, സോ മുകളിൽ 1 ഇൻറ്റു √2 മൈനസ് 1, √2 മൈനസ് 1 വരും. താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. √2ന്റെ സ്ക്വയർ 2 മൈനസ് 1ന്റെ സ്ക്വയർ 1. സോ √2 മൈനസ് 1/2 മൈനസ് 1 എന്നുള്ളത് 1 വരും. √2 മൈനസ് 1/1 എന്ന് പറഞ്ഞാൽ എന്താണ്? √2 മൈനസ് 1. ഓക്കെ, പ്രൂഫായല്ലോ. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 √2 മൈനസ് 1 ആണെന്ന് തെളിയിക്കാനായിരുന്നു ചോദ്യം. നമ്മളത് തെളിയിച്ച് കാണിച്ചു. ഇനി ആറാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? സീക്ക് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്നത് എ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് സീക്ക് ഇൻവേഴ്സ് എ മൈനസ് 1 ബൈ സീക്ക് ഇൻവേഴ്സ് എ പ്ലസ് 1 ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സീക്ക് അങ്ങ് അപ്പുറം കൊണ്ടുപോകും. സീക്ക് അപ്പുറം പോയാൽ സീക്ക് ഇൻവേഴ്സ് ആവും, അല്ലേ? അതായത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്നത് സീക്ക് ഇൻവേഴ്സ് എ ആവും. സീക്ക് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. തൽക്കാലം ഞാനത് കെ എന്ന് എടുക്കുകയാണ്. സോ ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ വൈ കണ്ടുപിടിക്കുക. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അതായത് കെ എക്സ് മൈനസ് കെ വൈ എന്ന് വരും. അതാണ് എക്സ് പ്ലസ് വൈ. വൈ ഒക്കെ ഒരുമിച്ചാക്കാം. മൈനസ് കെ വൈ ഇപ്പുറം വരുമ്പോൾ പ്ലസ് കെ വൈ ഈക്വൽ ടു കെ എക്സ് പ്ലസ് എക്സ് അപ്പുറം പോകുമ്പോൾ മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് വൈ പുറത്തെടുക്കാം. വൈ ഇൻറ്റു 1 പ്ലസ് കെ. ഇവിടുന്ന് എക്സ് പുറത്തെടുത്താൽ എക്സ് ഇൻറ്റു കെ മൈനസ് 1. ക്ലിയർ? അവിടുന്ന് വൈ കിട്ടും നമുക്ക്. ഓൾറെഡി ഇവിടെ കെ മൈനസ് 1 ഉണ്ട്. താഴെ കെ പ്ലസ് 1 വരും ഇൻറ്റു എക്സ് എന്ന് വരും. ഇങ്ങനെയല്ലടാ മക്കളെ വരുന്നത്? സംശയമില്ലാന്ന് വിചാരിക്കുന്നു. കെ മൈനസ് 1 ഉണ്ട് ഇവിടെ, കെ പ്ലസ് 1 താഴേക്ക് വന്നു. ഓൾറെഡി അവിടെ എക്സ് ഉണ്ട്. വൈ ലെഫ്റ്റിലും വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻഷിയേറ്റ് ചെയ്തോ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കെ മൈനസ് 1 ബൈ കെ പ്ലസ് 1 കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താവും? 1 ആവും. ശരിയല്ലേ? സോ ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയിപ്പോയി. ഇനി ആ കെക്ക് വാല്യൂ കൊടുത്താൽ മതി. കെയുടെ വാല്യൂ എന്തായിരുന്നു? സീക്ക് ഇൻവേഴ്സ് എ ആയിരുന്നു. അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സീക്ക് ഇൻവേഴ്സ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ സീക്ക് ഇൻവേഴ്സ് എ പ്ലസ് 1. ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? സീക്ക് ഇൻവേഴ്സ് എ മൈനസ് 1 ബൈ സീക്ക് ഇൻവേഴ്സ് എ പ്ലസ് 1. തെളിയിച്ച് കാണിച്ചല്ലോ. ഇപ്പോൾ 2 ഷോ ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത നോക്കാം. 7ാമത്തെ ചോദ്യം നോക്കിയോളൂ. എ സയന്റിസ്റ്റ് ഒബ്സർവ് ദാറ്റ് ഇൻ എ കൾച്ചർ ഓഫ് ബാക്ടീരിയ their number increases uniformly as shown below. ആദ്യം മിനിറ്റ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യുന്ന, യൂണിഫോംലി ഇൻക്രീസ് ചെയ്യുന്ന ടേബിളാണ് തന്നിട്ടുള്ളത്. 0 ആകുമ്പോൾ 0 മിനിറ്റിൽ 3/0 ഒരു ബാക്ടീരിയ. ഇനി നമ്പർ റൈസ് ടു 0 1 ആണ്. 1 മിനിറ്റിൽ 3/1 3 എണ്ണം. 2 മിനിറ്റിൽ 3 സ്ക്വയർ 9 എണ്ണം. അങ്ങനെ പോകുന്നു. ശരിയല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഫോം ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. നമ്പർ ഓഫ് ബാക്ടീരിയയുടെ ഫംഗ്ഷൻ. അതായത് നോക്കുക 3/0, 3/1, 3 സ്ക്വയർ, 3 ക്യൂബ്. ഇപ്പോൾ ജനറലി നമുക്ക് ആ ഫംഗ്ഷൻ എങ്ങനെ എടുക്കാം? ആൻസർ ഇതിനോടൊപ്പം തന്നെ എഴുതി പോവാണേ. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നോക്കണേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3/x ആയിട്ട് എടുക്കാം ആ ഫംഗ്ഷൻ. ശരിയാണല്ലോ? കാരണം
എക്സ് എന്നുള്ളത് മിനിറ്റിനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് 0 ആകുമ്പോൾ 3/0 ആവും, എക്സ് 1 ആകുമ്പോൾ 3/1 ആവും, എക്സ് 3 ആകുമ്പോൾ 3³ ആവും. ആ ഫംഗ്ഷൻ നമുക്ക് 3x എന്ന് പറഞ്ഞെടുക്കാം. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ f(x) എന്നുള്ള ഫംഗ്ഷൻ. ഡിഫറൻഷിയേറ്റ് f(x) വിത്ത് റെസ്പെക്ട് ടു എക്സ്. ബി പാർട്ടിന്റെ ആൻസർ പറഞ്ഞേ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3x ഡെറിവേറ്റീവ് f'(x). 3x ഡെറിവേറ്റീവ് എന്താണ്? 3x log 3. പഠിച്ചിട്ടുള്ളതല്ലോ. a(x) ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് a(x) is equal to a(x) log a. ഓക്കെ, ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ നേരെ എഴുതിയാൽ മതി കേട്ടോ. ഫസ്റ്റിലത്തെ എന്തായാലും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തത് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് എഴുതാം. ഇനി അത് ഇന്നേ കേസ് അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതങ്ങ് എഴുതാതെ ജസ്റ്റ് ലോഗരിതം ഉപയോഗിച്ച് അതൊന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ y is equal to ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ y is equal to 3x ആണെങ്കിൽ രണ്ട് സൈഡിൽ ലോഗ് എടുത്താൽ log y is equal to log 3x വരും. log a(n) എന്ന് പറഞ്ഞാൽ n log a ആണ്. x താഴെ വരും, x into log 3 എന്ന് വരും. ഓക്കെ, ഇതാണ് log y. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. log y-യുടെ ഡെറിവേറ്റീവ് 1/y, y-യുടെ ഡെറിവേറ്റീവ് dy/dx, x-ന്റെ ഡെറിവേറ്റീവ് 1 വരും, log 3 കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ ഡിവൈഡ് ചെയ്ത y ഇപ്പുറം കൊടുക്കണം. dy/dx is equal to y into log 3 എന്ന് വരും. y-ക്ക് പകരം തിരിച്ച് 3x കൊടുക്കുക. 3x log 3. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇത്രയും സ്റ്റെപ്പ് കാണിച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഇനി അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ ആണെങ്കിൽ നേരിട്ട് 3x log 3 അങ്ങ് എഴുതിയാലും മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യന്റെ മൂന്നാമത്തെ പാർട്ടിൽ എന്താ പറയുന്നത്? ഫൈൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. ശരിയല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, മാക്സിമ ആൻഡ് മിനിമ. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ഓക്കെ, നേരത്തെ 2-3 ആപ്ലിക്കേഷൻസും കൂടെ ഉണ്ടായിരുന്നു. ടാൻജൻസ് ആൻഡ് നോർമൽസോ അപ്രോക്സിമേഷനോ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇനി ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ വെൻ ടൈം ഈസ് 3 minutes. ടൈം 3 ആവുമ്പോൾ, എക്സ് ആണ് ടൈമിനെ സൂചിപ്പിക്കുന്നത്, അപ്പോൾ ടൈം 3 ആവുമ്പോൾ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് f'(x)ൽ എക്സിന് 3 കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതായത് സി പാർട്ടിന്റെ ആൻസർ f'3 കണ്ടുപിടിക്കാനാണ് ചോദ്യം. f'3 എന്ന് പറഞ്ഞാൽ 3/3 log 3. എക്സിന് 3 കൊടുത്താൽ മതി. 3³ 27 വരും. 27 log 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, വളരെ ചുരുങ്ങിയ സ്റ്റെപ്പിൽ ആൻസർ എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം. ഷോ ദാറ്റ് f(x) equal to 4x³ - 6x² + 3x - 1 ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. അപ്പം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ റിയൽ നമ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള f'(x) എന്താണെന്ന് കാണിക്കണം? എല്ലായ്പ്പോഴും >0 ആണെന്ന് കാണിക്കണം. ഇത് തെളിയിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റുക, ഇൻക്രീസിങ് ഓൺ റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി f'(x) എടുക്കുക. f(x) നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 4x³ - 6x² + 3x - 1 ആണ്. f'(x) എന്ന് പറയുമ്പോൾ 4 × x³ ഡെറിവേറ്റീവ് 3x² - 6 × x² 2x, 3 × x 1, 1 × 0. അതായത് 12x² - 12x + 3 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് ഒരു 3 പുറത്തെടുക്കാം. 3 പുറത്തെടുത്താൽ ബാക്കി എന്താ വരുന്നത്? 4x² - 4x + 1 എന്ന് വരും. ശരിയാണല്ലോ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 2x - 1² ആണ്. ശരിയല്ലേ? 2x - 1² ആണ്. 4x² - 4x + 1. ഇതൊന്ന് a - b² വെച്ച് എക്സ്പാൻഡ് ചെയ്തേ. 2x - 1² a - b² a² എന്ന് പറഞ്ഞാൽ 2x² -2ab എന്ന് പറഞ്ഞാൽ 2 × 2x × 1 പ്ലസ് b² എന്ന് പറഞ്ഞാൽ 1². 2x² 4x² ആവും. 2 × 2x 4x ആവും പ്ലസ് 1. അതായത് 4x² - 4x + 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി? അത് 2x - 1² ആണ്. ശരിയാണല്ലോ? മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്നുള്ള
സോ ഈ 2x മൈനസ് 1 ഹോൾ സ്ക്വയർ വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഏത് വാല്യൂ വന്നാലും എന്താണ്, ഇപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 0 ആയാലും -1 സ്ക്വയർ +1 ആവും. എക്സിൻ്റെ പ്ലേസിൽ ഏത് വാല്യൂ കൊടുത്താലും എനിക്കിതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടുക അല്ലേ. ഏറ്റവും മിനിമം വാല്യൂ 3 വരത്തുള്ളൂ. ഈ 2x ഉള്ള ടേം 0 ആയാലും -1 സ്ക്വയർ വരും, അത് +1 ആവും. 3 × 1 3 വരും, ശരിയല്ലേ. ഈ കാണുന്ന സാധനം ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് നമുക്കിത് ഒരിക്കലും നെഗറ്റീവ് വരില്ല. എല്ലായ്പ്പോഴും എന്താണെന്ന് പറയാം, >0 ആണ് എന്ന് പറയാം. ഓക്കെ, സോ f'(x) >0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore f(x) is increasing on R. f(x) is strictly increasing on real numbers ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x) = x² - 4x + 1. അതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്? എന്താണ്, അവരൊരു ഇന്റർവെല് തരും. ആ ഇന്റർവെല്ലിന്റെ ബൗണ്ടറി പോയിന്റ്സിലുള്ള വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ കൂട്ടത്തിൽ ഏതാണോ വലിയ വാല്യൂ അതാണ് അബ്സല്യൂട്ട് മാക്സിമം, ഏതാണോ ചെറുത് അതാണ് അബ്സല്യൂട്ട് മിനിമം, ശരിയല്ലേ. ഇപ്പം അബ്സല്യൂട്ട് മാക്സിമം അല്ല റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ക്രിട്ടിക്കൽ പോയിന്റ്സിലെ മാത്രമാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ബൗണ്ടറി പോയിന്റ്സിലെ, നമ്മുടെ ഇന്റർവെല്ലിന്റെ ബൗണ്ടറിയിലുള്ള പോയിന്റിലുള്ള വാല്യൂസും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. f(x) എന്ന് പറയുന്നത് x² - 4x + 1 ആണ്. ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f'(x), x² ഡെറിവേറ്റീവ് 2x, 4 × x ഡെറിവേറ്റീവ് 1, 1 × 0. ആൻസർ 2x - 4 വരും. സോ f'(x) നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടുക? 2x - 4 = 0, 2x = 4, x = 4/2, x = 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പോയിന്റ് ചെക്ക് ചെയ്യണം? ഇവിടെ 0യിൽ ചെക്ക് ചെയ്യണം, 3യിൽ ചെക്ക് ചെയ്യണം, 2യിൽ ചെക്ക് ചെയ്യണം. ഈ 3 പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോക്കി നോക്കാം. അതായത് അറ്റ് x = 0 f(0) കണ്ടുപിടിക്കാം. f(0) എന്ന് പറയുമ്പോൾ 0² - 4 × 0 + 1 എന്ന് വരും അല്ലെ. എക്സിന് 0 കൊടുക്കാം f(x)ൽ, ഇത് 1 വരും ആൻസർ അല്ലെ. 0² - 4 × 0 ഒക്കെ 0 ആയി പോകും, +1 എന്നുള്ളത് 1 വരും. 0യിൽ നോക്കി. ഇനി അടുത്ത 2യിൽ നോക്കുക. അറ്റ് x = 2 f(2) കണ്ടുപിടിക്കാം. 2² - 4 × 2 + 1. 2² 4 ആണ്, 4 × 2 8 ആണ്, +1, 4 1 5 - 8 -3 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ f(2) കിട്ടി. ഇനി അടുത്ത ബൗണ്ടറി f(3) നോക്കാം. f(3) എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 3² - 4 × 3 + 1, 9 - 12 + 1, 9 1 10 - 12, 10 ൽ നിന്ന് 12 കുറച്ച് -2 വരും. നമുക്ക് 3 ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അബ്സല്യൂട്ട് മാക്സിമം ആണ്. 1 കിട്ടി, -2 കിട്ടി, -3 കിട്ടി. അതിലേറ്റവും വലിയ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് 1 ആണ്, ശരിയല്ലേ. therefore അബ്സല്യൂട്ട്, ഇതിനകത്ത് വലിയ വാല്യൂ ആണ് ആൻസർ. -2നേക്കാളും -3നേക്കാളും വലുതാണ് 1. അബ്സല്യൂട്ട് മാക്സിമം ഓഫ് f(x) = 1 നമ്മുടെ ആൻസർ വരും. അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. 10ാമത്തെ ചോദ്യം ഇതാണ്. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഡിക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 8 cm²/s. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വെൻ റേഡിയസ് = 1/2 cm എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സർഫസ് ഏരിയ ഓഫ് എ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ചോദ്യമാണ് കേട്ടോ. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഡിക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ്, സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ക്യാപിറ്റൽ A ആയിട്ട് എടുക്കാം. ഇപ്പം ഡിക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 8 cm²/s ആണ്. അപ്പം സമയാനുസൃതമായിട്ടാണ് di/dt എന്ന് പറയുന്നത് 8 cm²/s ആണ്. അത് ഡിക്രീസിങ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം. ഇൻക്രീസിങ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെയാണ്.
ഇപ്പോൾ dA/dt -8 cm²/s. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വെൻ റേഡിയസ് ഈസ് 0.5 cm എന്നുള്ളതാണ് ചോദ്യം. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താ? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ A is equal to 4πr². എക്ക് വാല്യൂ കൊടുക്കുക. d/dt ഓഫ് 4πr² is equal to -8. 4π കോൺസ്റ്റന്റ് ആണ്. r²ന്റെ ഡെറിവേറ്റീവ് 2r, r-ന്റെ ഡെറിവേറ്റീവ് dr/dt. അത് മറന്നു പോരുത്. സോ ചെയിൻ റൂൾ ആണ് അല്ലേ? is equal to -8. അവിടെ നമുക്ക് നോക്കടാ, 2 × 4 8 വരും അല്ലേ? 2 × 4 8 ആണ്. ആ 8ഉം ഈ 8ഉം തമ്മിൽ കട്ട് ചെയ്യാം. ഓക്കെ, ശരിയല്ലേ? ബാക്കി ഇവിടെ πr ഉണ്ട്, dr/dt ഉണ്ട്. ഇവിടെ ഇനി -1 ഉള്ളു, 8 കട്ടായി കഴിഞ്ഞാൽ. ഇപ്പം dr/dt നമുക്ക് എന്ത് കിട്ടും? -1 dr/dt is equal to -1 divided by πr എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dr/dt വെൻ റേഡിയസ് ഈസ് 0.5 cm ആകുമ്പോഴാണ്. അപ്പോൾ റേഡിയസിന് ഹാഫ് കൊടുക്കുക. dr/dt അറ്റ് r is equal to 1/2. റേഡിയസിന് ഹാഫ് കൊടുത്താൽ എന്താണ് വരിക? -1/π ഇൻറ്റു റേഡിയസിന് 1/2 കൊടുക്കുക. താഴെയുള്ള 2 നേരെ മുകളിൽ വരും, -2/π വരും. ഓക്കെ, യൂണിറ്റ് എന്താണ് വരുന്നത്? റേഡിയസ് സെൻറ്റിമീറ്റർ ബൈ ടൈം സെക്കൻഡ്. -2/π cm/s ആണ് നമുക്ക് ആൻസർ വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ചോദ്യം നോക്കിയോളൂ. ദ പോപ്പുലേഷൻ ഡെൻസിറ്റി P ഇൻ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് r കിലോമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് എ ടൗൺ ഈസ് ഗിവൺ ബൈ. അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. P is equal to 5 + 30r - 15r². ഫൈൻഡ് dP/dr at r is equal to 0.5 km. ഈസി ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. P എന്ന് പറയുന്നത് എന്താണ്? 5 + 30r - 15r² ആണ്. dP/dr എന്ന് പറഞ്ഞാൽ 5ന്റെ ഡെറിവേറ്റീവ് 0, 30 × r-ന്റെ ഡെറിവേറ്റീവ് 1, 15 × r²ൻ്റെത് 2r. അപ്പോൾ 30 - 30r എന്ന് വരും അല്ലേ? 30 × 1 30 വരും, 15 × 2 30 വരും. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? dP/dr at r equal to 0.5. So dP/dr at r is equal to 0.5 കൊടുക്കുക. dP/dr at r is equal to 0.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 30 - 30 × 0.5. ഓക്കെ, എന്ത് വരും? 30 - 3 15 അല്ലേ? ഒരു 0 കൂടെ വരും, ഒരു 15 ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത്. ശരിയാണല്ലോ? 30 × 0.5 എടുത്തു കഴിഞ്ഞാൽ 15 വരും. 0.5 എന്ന് പറഞ്ഞാൽ എന്താണോ? 0.5 എന്ന് പറഞ്ഞാൽ 5/10 ആണ്. 5/10 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതായത് 30ന്റെ പകുതി 15. 30 ന്ന് 15 കുറച്ചാൽ 15. ഓക്കെ, സോ dP/dr at r equal to 0.5 എത്ര കിട്ടും? 15 കിട്ടും. അതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ഇനി ബി പാർട്ട് എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സിറ്റി സെന്റർ അറ്റ് വിച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് മാക്സിമം. നോക്കണേ, പോപ്പുലേഷൻ ഡെൻസിറ്റി മാക്സിമം ആകുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് ഫ്രം ദ സിറ്റി സെന്റർ. സിറ്റി സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് r. പോപ്പുലേഷൻ ഡെൻസിറ്റി മാക്സിമം ആകുമ്പോൾ ഉള്ള r കണ്ടുപിടിക്കാനാണ് ചോദ്യം. മാക്സിമം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാകത്തില്ല. മാക്സിമം ആയിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയി. അപ്പോൾ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതായത് dP/dr 0 ആയിരിക്കും അല്ലെ? dP/dr 0 ആവുമ്പോൾ ഉള്ള r കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോഴാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി മാക്സിമം ആണ്. ശരിയാണല്ലോ? യെസ്, dP/dr 0 ആവും. dP/dr 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 - 30r, 30 - 30r is equal to 0. അതായത് 30 is equal to 30r എന്ന് വരും. r is equal to 30 divided by 30 is equal to 1. 6 കിലോമീറ്ററിലാണ്. സോ 1 കിലോമീറ്റർ. r 1 കിലോമീറ്റർ ആകുമ്പോഴാണ് എന്താവുന്നത്? മാക്സിമം ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇത് മാക്സിമം ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചുകൊണ്ട് d²p ഡിവൈഡഡ് ബൈ, ഇവിടെ വരെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. dr² കൂടെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാം. dP/dr ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 30ന്റെ ഡെറിവേറ്റീവ് 0 ആവും. -30 × r-ന്റെ ഡെറിവേറ്റീവ് 1 വരും. -30 വരും. അത് ലെസ് ദാൻ 0 ആണ്. ദെർഫോർ
എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മാക്സിമം ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത് എഴുതണം നിർബന്ധമില്ല കേട്ടോ, ഇത് എഴുതിയാൽ നല്ലതാണ്. R കണ്ടുപിടിക്കാനേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ, ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിക്കാനേ ആവശ്യപ്പെടുന്നുള്ളൂ. 1 കിലോമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മാർക്കായി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ഓൾ റെക്ടാംഗിൾസ് വിത്ത് ഗിവൺ പെരിമീറ്റർ സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. അതായത് ഗിവൺ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. ഗിവൺ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ കോൺസ്റ്റന്റ് ആണ്. പെരിമീറ്റർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റെക്ടാംഗിളുകളിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് സ്ക്വയറിനാണെന്ന് തെളിയിച്ച് കാണിക്കണം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മാക്സിമം മിനിമയിലെ ചോദ്യമാണ്. ഓക്കെ, സോ എന്താണ് റെക്ടാംഗിളിന്റെ ഏരിയ ഇക്വേഷൻ എന്താണ്? അപ്പൊ നമുക്ക് റെക്ടാംഗിളിന്റെ ലെങ്ത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ബ്രെഡ്ത്ത് നമുക്ക് വൈ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ഇൻറ്റു വൈ ആണ് റെക്ടാംഗിളിന്റെ ഏരിയ. ശരിയാണല്ലോ. സോ ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ 2x പ്ലസ് 2y വരും. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്, അല്ലെങ്കിൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ. ഈ പെരിമീറ്റർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് ഗിവൺ പെരിമീറ്റർ ആണ്. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ്. അവിടുന്ന് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ബൈ 2 എന്ന് കിട്ടും. അത് മറ്റൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഇത് k1 ആയിട്ട് എടുത്താൽ മറ്റൊരു കോൺസ്റ്റന്റ് k ആയിട്ട് എടുക്കാം. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. കോൺസ്റ്റന്റ് മൈനസ് എക്സ്, അത് ഫസ്റ്റിലത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. therefore a is equal to എക്സ് ഇൻറ്റു വൈക്ക് പകരം കോൺസ്റ്റന്റ് മൈനസ് എക്സ്, അതായത് a is equal to kx മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് എക്സിലുള്ള ഫംഗ്ഷനാണ്, അതുകൊണ്ട് നമുക്കിതിനെ a ഓഫ് എക്സ് എന്ന് വിളിക്കാം. a ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു kx മൈനസ് എക്സ് സ്ക്വയർ. ശരിയാണല്ലോ. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ഫംഗ്ഷൻ? മാക്സിമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഫംഗ്ഷൻ. ഇത് മാക്സിമം ആവുമ്പോൾ എന്താണ്? ഈ ഏരിയ മാക്സിമം ആവുമ്പോൾ അതൊരു സ്ക്വയർ ആണെന്ന് തെളിയിച്ച് കാണിക്കണം. അതായത് ഏരിയ മാക്സിമം ആവുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ, ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആകുമ്പോഴാണല്ലോ സ്ക്വയർ ആവുന്നത്. അത് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ഇപ്പോൾ മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് a ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. k ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അതായത് k മൈനസ് 2x. ക്രിട്ടിക്കൽ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ a ഡാഷ് ഓഫ് എക്സിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. k മൈനസ് 2x ഇസ് ഈക്വൽ ടു 0, 2x ഇസ് ഈക്വൽ ടു k, അവിടുന്ന് x ഇസ് ഈക്വൽ ടു k ബൈ 2. ഓക്കെ, ഇനി മാക്സിമം ആണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. a ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. a ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ kയുടെ ഡെറിവേറ്റീവ് 0, 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ആൻസർ മൈനസ് 2 കിട്ടും. a ഡബിൾ ഡാഷിൽ ഈ എക്സിൻ്റെ വിലയായിട്ടുള്ള k ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എക്സ് ഇല്ല കൊടുക്കാൻ, മൈനസ് 2 തന്നെയാണ്. ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് അല്ലെ. ഗ്രേറ്റർ ദാൻ 0യിൽ മിനിമവും ലെസ് ദാൻ 0യിൽ മാക്സിമവും. therefore area is maximum at x is equal to ഏത് വാല്യൂ ആകുമ്പോൾ k ബൈ 2. ഇനി x ഈക്വൽ ടു k ബൈ 2 ആകുമ്പോൾ ഏരിയ മാക്സിമം ആവും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? വൈയുടെ വില ഈക്വേഷനിൽ കൊടുക്കുക. y എന്ന് പറയുന്നത് എന്താണ്? k മൈനസ് എക്സ് ആണ്. അവിടേക്ക് കൊടുത്ത് y കണ്ടുപിടിക്കാം. y is equal to k മൈനസ് എക്സ്. k മൈനസ് എക്സിൻ്റെ വില k ബൈ 2 ആണ്. ക്രോസ് ചെയ്താൽ 2k മൈനസ് k ബൈ 2, ആൻസർ k ബൈ 2 കിട്ടും. അപ്പം എക്സിൻ്റെ വിലയും k ബൈ 2 ആണ്, വൈയുടെ വിലയും k ബൈ 2 ആണ്. അപ്പോൾ എക്സും വൈയും സെയിം ആയിട്ട് കിട്ടി അല്ലേ. therefore x is equal to y. x is equal to y ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലായി? എക്സും വൈയും സെയിം ആണെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കും അല്ലേ. therefore rectangle is a square എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. rectangle is square here. അപ്പോൾ എന്താണ് മാക്സിമം ഏരിയ കിട്ടുന്ന? അപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായി? സ്ക്വയറിനാണെന്ന് മനസ്സിലായി. therefore square has maximum area. Square has maximum area. പരമാവധി ഏരിയ കിട്ടുന്നത് സ്ക്വയറിനാണ്. ക്ലിയർ ആണല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ല ചാൻസ് ഉള്ള ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് f of x equal to 4x cube minus 6x square plus 32x 72x plus 30 is strictly increasing and strictly decreasing. ഇത് ഈ ഫംഗ്ഷൻ
എന്താണ് സ്ട്രിക്ട്ലി ഇൻക്രീസ് ആവുന്നതും സ്ട്രിക്ട്ലി ഡിക്രീസ് ആവുന്നതുമായിട്ടുള്ള ഇന്റർവെല്ലുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് ഏത് പോയിന്റിലാണ് ക്രിട്ടിക്കലായിട്ട് ഇത് ചേഞ്ച് ആവുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x³ മൈനസ് 6x² പ്ലസ് 72x പ്ലസ് 30 ആണ്. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. 4 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x², 6 ഇൻറ്റു x²ൻ്റെത് 2x, 72 ഇൻറ്റു എക്സിൻ്റെത് 1, 30യുടേത് 0 വരും. അതായത് 12x² മൈനസ് 12x പ്ലസ് 72. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഡാഷ് എക്സിനെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പം എന്താണ് വരിക? 12x² മൈനസ് 12x പ്ലസ് 72 ഈക്വൽ ടു 0. 12 കൊണ്ട് കട്ട് ചെയ്യാം. 12 കൊണ്ട് കട്ട് ചെയ്താൽ x² മൈനസ് എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇത് ഫാക്ടറൈസ് ചെയ്താൽ എന്താണ് വരിക? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ -1. ഏതൊക്കെയാണ്? -3 -2 കൂട്ടിയാൽ -1 ആണ്. -3 -3 2 കൂട്ടിയാൽ -1 ആണ്. -3 2 ഗുണിച്ചാൽ 6 ആണ്. സമം പ്രോഡക്റ്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എനിക്ക് 3 കിട്ടും, -2 കിട്ടും. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുക. -2 3. അപ്പോൾ 3 ഇന്റർവെൽസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്നത്. -∞ മുതൽ -2 വരെ ഒരു ഇന്റർവെല്, -2 മുതൽ -3 വരെ ഒരു ഇന്റർവെല്, -3 മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റർവെല്. ക്രിട്ടിക്കൽ പോയിന്റ് എക്സ്ക്ലൂഡിംഗ് ആണ്, അതുകൊണ്ടാണ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഇൻഫിനിറ്റി ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇനി ഇതിനകത്ത് ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിങ് ഏതാണ് ഡിക്രീസിങ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ചെക്ക് പോയിന്റ് എടുത്താൽ മതി. എന്താണ്? -2 മുതൽ 3 വരെയാണ് കേട്ടോ. -2 മുതൽ 3 വരെ, -∞ മുതൽ -2 വരെ, -2 മുതൽ 3 വരെ, 3 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, -2നും 3ക്കും ഇടയിലുള്ള ഒരു ചെക്ക് പോയിന്റ് ആണ് 0 അല്ലെ? -2 3 എന്നുള്ള ഇന്റർവെല്ലിൽ ഉള്ള ബിഹേവിയർ കണ്ടുപിടിക്കാം. ആ 0 എന്നുള്ള ചെക്ക് പോയിന്റ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ എഫ് ഡാഷിൽ കൊടുത്താൽ മതി. അതായത് എഫ് ഡാഷ് ഓഫ് 0 എടുക്കുകയാണെങ്കിൽ എനിക്ക് ആൻസർ എന്താ? ഇത് 0 ആവും, ഇത് 0 ആവും, 72 വരും. 72 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ഇന്റർവെല്ലിൽ ഇൻക്രീസിംഗ് ആണ്. ഇവിടെ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇപ്പുറത്തും ഡിക്രീസിംഗ് ആയിരിക്കും, ഇപ്പുറത്തും ഡിക്രീസിംഗ് ആയിരിക്കും. കാരണം എന്താ? രണ്ട് ഇൻക്രീസിംഗ് ഇന്റർവെല്ലോ രണ്ട് ഡിക്രീസിംഗ് ഇന്റർവെല്ലോ ഒരിക്കലും ഒരുമിച്ച് വരത്തില്ല. ഒരു ഇന്റർവെല്ലിൽ ഡിക്രീസിംഗ് ആണെങ്കിൽ അടുത്ത ഇൻക്രീസിംഗ് ആയിരിക്കും. കാരണം ഒരു ഡിക്രീസ് കഴിഞ്ഞാൽ ഉടനെ ഇൻക്രീസ്, പിന്നെ ഡിക്രീസ്, പിന്നെ ഇൻക്രീസ്, അങ്ങനെയല്ലേ പോകത്തുള്ളൂ. യെസ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? നമ്മളോട് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ഇന്റർവെല്ലും കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് 0 വരുന്നതാകുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്, അതാണ് അത് കൊടുത്തത്. അപ്പോൾ ഈ ഇന്റർവെൽ ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ള രണ്ട് ഇന്റർവെല്ല് ഡിക്രീസിംഗ് ആണ്. അപ്പോൾ അത് രണ്ടും എടുത്ത് എഴുതണേ. ഡിക്രീസ് ആവുന്ന ഇന്റർവെൽസ് ഏതൊക്കെയാണ്? ഇത് രണ്ടും കൂടെ യൂണിയൻ ഇട്ട് എഴുതിയാൽ മതി. ഡിക്രീസ് ആവുന്ന ഇന്റർവെല്, ഡിക്രീസിംഗ് ഇന്റർവെൽ. ഡിക്രീസിംഗ് ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? -∞ മുതൽ -2 വരെ, യൂണിയൻ 3 to ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇനി ഇൻക്രീസ് ആവുന്ന ഇന്റർവെല്ലോ? ഇൻക്രീസ് ആവുന്ന ഇന്റർവെൽ ഏതാണ്? -2 മുതൽ -3 വരെ അല്ലെ? -2 മുതൽ 3 വരെയാണ് ഇൻക്രീസ് ആവുന്ന ഇന്റർവെൽ. അതാണ് നമ്മുടെ ആൻസർ. ഡിക്രീസ് ആവുന്ന ഇന്റർവെൽ ഏതൊക്കെയാണ്? -∞ to 2 യൂണിയൻ 3 to ഇൻഫിനിറ്റി. ഇൻക്രീസ് ആവുന്ന ഇന്റർവെൽ -2 to 3. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു ഗ്രാഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് നേച്ചർ ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ ഗിവൺ ഇന്റർവെൽ. ഓരോ ഇന്റർവെല്ലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവെല്ലിൽ നേച്ചർ ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്? 3 മുതൽ 5 വരെ. 3 മുതൽ 5 വരെ എന്താണ്? ഈ ഗ്രാഫ് സ്ട്രിക്ട്ലി ഡിക്രീസ് ആണ് അല്ലെ? കറക്റ്റ് ഡിക്രീസ് വരുവാണ്. അപ്പൊ എന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇനി 3 to 8, 3 മുതൽ 8 വരെ, 3 മുതൽ 5 വരെ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും പിന്നെ 5 മുതൽ 8 വരെ കോൺസ്റ്റന്റും ആണ്. അപ്പൊ സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ല, പക്ഷെ ഡിക്രീസിങ് തന്നെയാണ്. സ്ട്രിക്ട്ലി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റാത്തത്? 5 to 8 ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അത് ഡിക്രീസിങ് തന്നെയാണ്. ഓക്കെ, ഇനി 5 കഴിഞ്ഞ് ഇൻക്രീസിങ് ആവുകയാണെങ്കിൽ നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നേ പറയാൻ പറ്റുള്ളൂ.
ഒരു ഇന്റർവെല്ലിൽ തന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഒരുമിച്ച് വരുവാണെങ്കിൽ. ഇനി നിങ്ങൾ നമുക്ക് 5 to 11, 5 മുതൽ 11 വരെ. അതിൽ 5 to 8 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 8 കഴിഞ്ഞ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അപ്പം ഇവിടെ കോൺസ്റ്റന്റ് ഉള്ളത് കൊണ്ട് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റത്തില്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇൻക്രീസിങ് ആണെന്ന് പറയാം. ഓക്കെ, 5 to 8 ഇൻക്രീസിങ് ആണെന്ന്, 5 to 11 അല്ലേ, 5 to 11 ഇൻക്രീസിങ് ആണെന്ന് പറയാം. ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അതിനുശേഷമാണ് കൂടുന്നത്. കോൺസ്റ്റന്റ് പോർഷൻ ഉള്ളത് കൊണ്ട് സ്ട്രിക്ട്ലി എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ 8 മുതൽ 11 വരെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് അല്ലേ. സോ 8 മുതൽ 11 വരെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇതാണ് നമ്മുടെ നേച്ചർ ഓഫ് ദ ഫങ്ഷൻസിന്റെ നേച്ചർ. കിട്ടിയോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. ചോദ്യം 15. ഫൈൻഡ് k if f of x equal to kx plus 1, x less than or equal to 5 and 3x minus 5 if x greater than 5 is continuous. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, പറ. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും, 5ലും കണ്ടിന്യൂസ് ആയിരിക്കും. 5ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 5ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ. അതായത് ലിമിറ്റ് x ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് x ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ലിമിറ്റ് x ടെൻസ് ടു 5 മൈനസ് എക്സിന് വാല്യൂ 5നേക്കാൾ കുറയുമ്പോൾ എഫ് ഓഫ് എക്സ് kx പ്ലസ് 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 5 പ്ലസ് എക്സിന്റെ വാല്യൂ 5നേക്കാൾ കൂടുമ്പോൾ എഫ് ഓഫ് എക്സ് 3x മൈനസ് 5 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എക്സിനെ 5 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് 5 കൊടുത്താൽ 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് 5. 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 15 മൈനസ് 5. 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 10. 5k ഇസ് ഈക്വൽ ടു 10 മൈനസ് 1 ഇസ് ഈക്വൽ ടു 9. k ഇസ് ഈക്വൽ ടു 9/5. ഓക്കെ, സോ കെയുടെ വാല്യൂ എടുക്കാനാണ് ചോദ്യം. കെയുടെ വാല്യൂ എത്രയാണ്? 9/5. സോ അപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും നമ്മളൊരു 15 ചോദ്യങ്ങളാണ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.